നമസ്കാരം സഞ്ജയ് സർ. നമസ്തേ. ഈ ഏപ്രിൽ മാസമാണ് വിഷു വരുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രാധാന്യമായൊരു സമയമാണ് ഈ വിഷു സമയം എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാവോ? അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വിഷുവം എന്ന് പറഞ്ഞാണ് അതിന്റെ സൂക്ഷ്മമായിട്ട് ഉള്ളത്. അത് വസന്തകാല വിഷുവം. അതിന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്ന ദിവസമായിട്ടാണ് കണക്ക്. അതില് സായന രീതി അനുസരിച്ചും നിരയന രീതി അനുസരിച്ചും ഉണ്ട്. സായന രീതി വെച്ചാൽ സൗരവർഷം, നിരയന രീതി വെച്ചാൽ നക്ഷത്രവർഷം. അപ്പോൾ നമ്മൾ കേരളത്തിൽ കണക്കാക്കുന്നത് നക്ഷത്രവർഷം അനുസരിച്ചുള്ളതാണ്. അങ്ങനെയാണ്. പക്ഷേ ശകവർഷത്തിന്റെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ സായന രീതിയാണ്, സൗരവർഷം അനുസരിച്ചാണ് അവിടെ കണക്കൂട്ടിയിരിക്കുന്നത്. ശകവർഷ സംസ്കാരത്തില് അത് സംസ്കാരം എന്ന് തന്നെ പറയാം. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാസങ്ങളും ഋതുക്കളും എല്ലാം സൗരവർഷ നിയമങ്ങൾക്കനുസൃതമായിട്ടും ബാക്കിയെല്ലാം തന്നെ നിരയന രീതി അനുസരിച്ച് നക്ഷത്ര വർഷം അനുസരിച്ചുമാണ് കണക്ക് വയ്ക്കുന്നത്. നമ്മൾ മലയാളികളെല്ലാം കൊല്ലവർഷം അനുസരിച്ചുള്ള കണക്കുകളിൽ നിരയന രീതിയാണ് സമ്പൂർണമായിട്ട് ഉൾക്കൊള്ളുന്നത്. അതിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ച, ഒരു നിമിഷം, ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ച, പൂരുട്ടാതി നക്ഷത്രം, കൃഷ്ണപക്ഷ ത്രയോദശി എന്നിങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ കൃഷ്ണപക്ഷ ത്രയോദശിക്ക് വന്നാൽ മേഷസംക്രമം നാളത്തെ കണക്കുകളുണ്ട്. ബുധനാഴ്ച, പൂരുട്ടാതി നക്ഷത്രം, അതൊക്കെ അങ്ങനെയാണ് നമ്മൾ മേഷസംക്രമത്തെക്കുറിച്ച്. മിഷ എന്ന ധാതുവിൽ നിന്നാണ് മേഷം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തദ്ഭവമാണ് മേടം എന്നുള്ള മലയാള പദം. അപ്പോൾ എന്ന് വെച്ചാൽ കണ്ണ് തുറക്കുക, ചിമ്മുക എന്ന് വെച്ചാൽ വെളിച്ചത്തിന്റെ വരവിനെ കുറിച്ചാണ് ആ പദത്തിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ വെളുപ്പിനാണ് അത് വന്നിരിക്കുന്നത്. അന്ന് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥിയും കൂടിയാണ്. ത്രയോദശി തിഥി എന്ന് 40 നാഴിക 27 വിനാഴിയുണ്ട്. എന്നുവെച്ചാൽ 22 മണി 27 മിനിറ്റ്, 10 മണി 27 മിനിറ്റ് വരെ അന്നത്തെ ദിവസം രാത്രിയിൽ വരെ കൃഷ്ണപക്ഷ ത്രയോദശിയാണ്. അതിനുശേഷം കൃഷ്ണപക്ഷ ചതുർദശി വരും. അന്നത്തെ ദിവസമാണ് മാസ ശിവരാത്രിയും വരുന്നത്. രാത്രിയിൽ ഈ വർഷശിവരാത്രി, മഹാശിവരാത്രി ഉണ്ട്, കൂടാതെ മാസശിവരാത്രി ഉണ്ട്. മാസശിവരാത്രിയും വർഷശിവരാത്രിയും ഒക്കെ പ്രാധാന്യമായിട്ട് തിരുമന്ദിരത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. കാരണം ധ്യാനം പരിശീലിക്കുന്നവർക്ക് ഏറ്റവും പ്രധാന ദിവസം ആണ് എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷ ചതുർദശി. അത് ഈ വിഷുവിൻ്റെ അന്ന് രാത്രിയിൽ, ഞാൻ ഇപ്പോഴും പെട്ടെന്നാണ് അതിനെക്കുറിച്ച് അത്ര ചിന്തയിലേക്ക് എത്തിയത്. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ധ്യാനം പരിശീലിക്കുന്നവർക്ക് ഏറ്റവും പ്രധാന ദിവസമാണ് എല്ലാ കൃഷ്ണപക്ഷ ചതുർദശി. അതിലെ വാർഷിക ശിവരാത്രിയാണ് കുംഭമാസത്തിലെ നമ്മൾ കൊള്ളുന്നത്, മാഘത്തിലെ വരുന്നത്. എന്നാൽ ഇപ്പോഴും ഈ പ്രാവശ്യം കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് നമ്മൾ വിഷു വരുന്നത്. മേടമാസം 2-ാം തീയതി, ഏപ്രിൽ മാസം 2026 ഏപ്രിൽ 15 ബുധനാഴ്ച, പൂരുട്ടാതി നക്ഷത്ര സമയം. എന്നാൽ അന്നത്തെ വേറൊരു വിശേഷം കൂടിയാണ് പറഞ്ഞത്. അന്ന് രാത്രിയിൽ 10:27 വരെയുള്ള കൃഷ്ണപക്ഷ ത്രയോദശി കഴിഞ്ഞാൽ കൃഷ്ണപക്ഷ ചതുർദശി ആരംഭിച്ചു. അതിനെ നമ്മൾ ഭാഗിക്കുമ്പോൾ, ആ രാത്രിയെ ഭാഗിക്കുമ്പോൾ അന്നത്തെ നോക്കുകയും ഏകദേശം 12-നും 12:40 ഇടയ്ക്കുള്ള സമയമാണ് ധ്യാനത്തിന് വേണ്ടി പ്രധാനമായിട്ട് കണ്ടെത്തേണ്ടത്. അപ്പൊ എല്ലാം കൊണ്ടും വലിയൊരു പ്രാധാന്യം വന്നിരിക്കുക. ധ്യാനമാണല്ലോ സമ്പൂർണതയിലേക്ക് നയിക്കുന്നത്, ബാക്കിയെല്ലാം വ്യാവഹാരിക ജീവിത വിജയം. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ കണക്ക് കൂട്ടുന്ന മേഷസംക്രമം നോക്കുന്നത് വെച്ച് നോക്കുമ്പോൾ പ്രാധാന്യം പറയേണ്ടത് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്ന് പറയുന്ന ദോഷം വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് കണക്ക് പറയേണ്ടതുണ്ട്. അത് അവിട്ടം, ചതയം, പൂരുട്ടാതി, മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങൾക്ക് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവര് ഈ 3 കൂട്ടരും 3 3 6 3 9 നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം. അത് ഓർത്തോളൂ. അവിട്ടം, ചതയം, പൂരുട്ടാതി, മകയിരം, തിരുവാതിര, പുണർദം, ചിത്ര, ചോതി, വിശാഖം. ഇത് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരു ജാഗ്രത വേണം.